പൊട്ട് തൊടാൻ പാടില്ല, സിന്ദൂരം ഉണ്ടാവാൻ പാടില്ല, അതേപോലെ കൈച്ചരട് കയ്യിൽ നമ്മുടെ ചരട് കെട്ടുമല്ലോ അത് കെട്ടാൻ പാടില്ല. എല്ലാ മുസ്ലിം ബോയ്സിനും ഒരു ഹിന്ദു ഗേൾ ഫ്രണ്ട് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ എതിർക്കേണ്ടത് തന്നെയാണ്. എതിർക്കേണ്ടത് ഏതിനെയാണെന്നാണ് ചിന്തിക്കുന്നത്. സംസാരിക്കുകയും ചെയ്യണം, വിമർശിക്കുകയും ചെയ്യണം. അത് ഹിന്ദു വർഗീയത ആയാലും ശരി, മുസ്ലിം വർഗീയത ആയാലും ശരി, അത് ക്രിസ്ത്യൻ വർഗീയത ആയാലും ശരി. 3% 4% ഹിന്ദുക്കള് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ട്. TCS നാസിക്കിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ എല്ലാവരും ന്യൂസിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകം പൊതുവെ സുരക്ഷിതത്വത്തിന്റെയും അതുപോലെ പ്രൊഫഷണലിസത്തിന്റെയും മാതൃകയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ IT സേവനദാതാക്കളായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ TCSന്റെ നാസിക് യൂണിറ്റിൽ നിന്ന് അടുത്തിടെ പുറത്തു വരുന്ന വാർത്തകൾ ഈ ഒരു വിശ്വാസത്തെ മാറ്റുകയാണ്. പ്രൊഫഷണലായ തർക്കങ്ങൾ എന്നതിനേക്കാൾ ലൈംഗികാതിക്രമം, മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തൽ, നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾ തുടങ്ങി വളരെ ഗൗരവകരമായ ആരോപണങ്ങളാണ് അവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. 8ഓളം വരുന്ന ഹിന്ദു പെൺകുട്ടികളാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 3 വരെ 8 FIR ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലൊരു പുരുഷനും കേസ് കൊടുത്തിട്ടുണ്ട്. ലൈംഗിക അതിക്രമം, നിർബന്ധിത മതപരിവർത്തനം, മതവികാരത്തെ വ്രണപ്പെടുത്തൽ എന്നിവയാണ് കേസ്. ഒരു കോപ്പറേറ്റീവ് കമ്പനികൾ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ കമ്പനികളിലും അവിടെ ഒരു HR ഉണ്ടാവും. HRന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഹെഡിന്റെ ഭാഗത്തുനിന്നോ ഓപ്പറേഷൻ ഹെഡിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ESA ആവട്ടെ, PF ആവട്ടെ, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ കംപ്ലൈന്റ് പോയിട്ട് ആ കംപ്ലൈന്റ് സോൾവ് ചെയ്യേണ്ടത് മെയിൻ ഉത്തരവാദിത്വം പറയുന്നത് HR-ന്റെ ആണ്. ഇവിടെ HR മാനേജർ തന്നെയാണ് വില്ലൻ എന്ന് പറയാം. വില്ലൻ അല്ല, വില്ലത്തി. നിദാ ഖാൻ, അതായത് ഈ TCSൽ നടന്ന ഈ ലൈംഗിക അതിക്രമമാവട്ടെ, ഇതൊക്കെ കംപ്ലൈന്റ് പോയി ചെയ്യുമ്പോൾ ഈ നിദാ ഖാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നീ വിട്ടേക്ക്, പിന്നെ നിനക്ക് ജോലിക്ക് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ എംപ്ലോയിനെ ഒരു എന്താ പറയാ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് HR-ന്റെ ഭാഗത്തുണ്ടായത്. അപ്പോ ഇതിനെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടാണെന്ന് പറയുന്നത്. ഇപ്പോ വരുന്ന ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഈ നിദാ ഖാന് വേറെന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. ഈ റെഡ് ഫോർട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് നിദാ ഖാന് ബന്ധമുണ്ടെന്ന് വെച്ചിട്ട് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് NIAക്ക് വിടാനുള്ള, ഇതുവരെ അതിന്റെ ന്യൂസ് കിട്ടിയിട്ടില്ല, NIAക്ക് വിടാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ പുറത്തു വന്നു വെച്ചാൽ അതൊരു സിനിമ സ്റ്റൈൽ സ്റ്റോറി തന്നെയാണ്. ഇത് സംഭവം ഒരു 4 വർഷത്തെ നീണ്ട കഥയാണ്. പോലീസിന് ഇതിന്റെ ചെറിയൊരു സൂചന കിട്ടിയപ്പോ പോലീസ് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവിടെ എൻക്വയറി നടത്താനോ അതിനൊന്നും മുതിർന്നില്ല. അപ്പൊ അവരെന്താക്കി, ഒരു 6ഓളം വരുന്ന വുമൺസ് അണ്ടർ കവർ ഓഫീസറെ നോർമൽ ആയിട്ട് TCSലേക്ക് അയച്ചു. അവരവിടെ നോർമൽ സ്റ്റാഫിന്റെ രൂപത്തിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അവരുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും അതിനുശേഷമാണ് പോലീസ് ഈ കാര്യത്തിലേക്ക് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു സ്ത്രീ ആദ്യമായിട്ട് കംപ്ലൈന്റ് കൊടുത്തു. TCSന്റെ പ്രശ്നങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ട് ഒരു സ്ത്രീ ആദ്യമായിട്ട് കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ത്രീകളും മുന്നോട്ട് വന്നു. അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് രണ്ടും എതിർക്കേണ്ട കാര്യം തന്നെയാണ്. ഒന്ന് ഹിന്ദു വർഗീയത ആവട്ടെ, മുസ്ലിം വർഗീയത ആവട്ടെ, ഇത് രണ്ടും എതിർക്കേണ്ടതാണ്. ഹിന്ദു വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. മുസ്ലിങ്ങൾക്കിടയിലും വർഗീയതയുണ്ട്. ഇത് കാണുന്ന മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാര്യത്തിനെ ഒന്ന് ഡിബേറ്റ് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ ദയവ് ചെയ്ത് പോകരുത്. നല്ല മുസ്ലിങ്ങളും ഉണ്ട്, നല്ല ഹിന്ദുക്കളും ഉണ്ട്, നല്ല ക്രിസ്ത്യൻ സഹോദരങ്ങളും ഉണ്ട്. ഇതിന്റെ വർഗീയപരമായിട്ട് വരുമ്പോൾ ഇതിനെ ആരും ഡിഫെൻഡ് ചെയ്യാൻ പോകരുത്. ഡിഫെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ കൂടുതൽ അങ്ങ് ന്യൂസ് ആക്കിയിട്ട് എടുത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഇത് കേരളത്തിലെ കാര്യമല്ല, ഇപ്പോ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നോർത്തില് വേറെ ഹിന്ദു വർഗീയത നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലാണ്ട് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ചെയ്യുന്നു. ഈ മുസ്ലിം സംബന്ധമായിട്ട് വരുന്ന വർഗീയത വരുന്ന കാര്യങ്ങളിൽ ഇതിന് കൂടുതൽ ന്യൂസ് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. വേറൊന്ന് പറയാനുള്ളത്, ഇതില് ഹിന്ദു മുസ്ലിം മാത്രമല്ല, ക്രിസ്ത്യൻസിലും
വർഗീയത എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലും അവരെ മതത്തിലേക്ക് ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിക്കണം. ഞാൻ ഇവിടെ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഞാൻ കുറെ ആൾക്കാരെ കാണുമ്പോൾ അവരൊക്കെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. അതായത് ഇവര് ഫോക്കസ് ചെയ്യുന്നത് ഒരു സാധാരണ കുടുംബങ്ങളാണ്, മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒട്ടും സാമ്പത്തികപരമായിട്ട് ഒരു കഴിവില്ലാത്ത ഫാമിലിയാണ് ഇവരെ ഫോക്കസ് ചെയ്യുക. ഇവര് ആ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ കുറെ ബെനിഫിറ്റ് കിട്ടും. കുറെ ചർച്ചിന്റെ ഭാഗത്തുനിന്ന് കുറെ പൈസ കിട്ടും, അങ്ങനെ കുറെ അധികം ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് ഇവിടെയുള്ള മാക്സിമം പറയാനുള്ള ഒരു 3% 4% ഹിന്ദുക്കള് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനെ എതിർക്കേണ്ടത് ഏതിനെയാണെന്നാണ് ചിന്തിക്കേണ്ടത്. ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന മതപരിവർത്തനം ഇതിനെ എതിർക്കേണ്ടത് തന്നെയാണ്. ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ഭക്ഷണം തീറ്റിക്കൽ അതിനെ എതിർക്കേണ്ടത് തന്നെയാണ്. അതേസമയം തന്നെ നീ ഹിന്ദു ആയതുകൊണ്ട് നീ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനും എതിർക്കേണ്ടതാണ്. ഹിന്ദു ആയതുകൊണ്ട് ഈ മതത്തിലേക്ക് മാറാൻ പാടില്ല എന്ന് ഫോഴ്സ്ഫുള്ളി പറയുന്നതിനും എതിർക്കേണ്ടതാണ്. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. അത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം. വേറെ ഒരാൾ ഫോഴ്സ്ഫുള്ളി നീ ഈ മതം സ്വീകരിച്ചേ മതിയാവൂ എന്ന് തിരിച്ചാൽ അത് ക്രിമിനൽ കേസാണ്, അത് വേറെ കേസാണ്. പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതം സ്വീകരിക്കാനുള്ള അവകാശം ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ട്. ഇപ്പൊ ഈ TCS ഇൻസിഡന്റിന് ശേഷം സമാനമായിട്ടുള്ള കുറെ കോർപ്പറേറ്റ് കമ്പനിയുടെ കുറെ അധികം പ്രശ്നങ്ങൾ ഇപ്പോ പൊന്തി വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലടക്കം പൊന്തി വരുന്നുണ്ട്. ടെക് മഹേന്ദ്ര എന്ന സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി അഡ്വക്കേറ്റ് അസ്തോഷ് ദബിക്ക് അയച്ച ഒരു മെസ്സേജ് ഞാനിവിടെ വെക്കാം. അത് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ലെൻസ്കാർട്ടിന്റെ സ്ഥാപനങ്ങളിലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അത് രണ്ടും ഇവിടെ വെച്ചേക്കാം, ഞാൻ വായിക്കാം. I work in Tech Mahindra in Gurugram IT Park. In the process, Roses Telecom. Here at the moment, more than 60% employees are Muslim boys. I have joined this company 4 months back. I have seen here that all the Muslim boys are having Hindu girlfriend. I feel very uncomfortable working here. അതായത് ആ കുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 4 മാസം മുമ്പെയാണ് ഈ കമ്പനിയിൽ ഞാൻ ജോലിക്ക് ചേർന്നത്. അപ്പോ ഇവിടെ 60% എംപ്ലോയീസ് എന്ന് പറയുന്നത് മുസ്ലിംസ് ആണ്. അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആണെന്നാണ് പറയണത്. അതേപോലെ എല്ലാ മുസ്ലിം ബോയ്സിനും ഒരു ഹിന്ദു ഗേൾ ഫ്രണ്ട് അവിടെ ഉണ്ട് എന്നാണ് പറയണത്. ഫോർ മുസ്ലിംസ് ദേ ഡോണ്ട് ഹാവ് എനി കോപ്പറേറ്റീവ് പോളിസീസ് ഹിയർ. Muslim girls are allowed to wear burqas and nagasar or we don't even know who are those girls. അവിടെ ബുർക്ക തട്ടും അതേപോലെ മാസ്ക് അവര് മുസ്ലിംസ് ഗേൾസ് ധരിക്കുള്ളൂ, അത് അലൗഡ് ആണ്. അതൊക്കെ ആരാണ്, ആ ഗേൾസ് ഒക്കെ ആരാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണെന്നാണ് പറയുന്നത്. There is a Muslim HR by the name Gulab Ghosh. He is the reason for hiring all Muslim boys. During their festival like Ramzan, he gives total freedom to Muslim employee. They have iftar parties daily during that month with all the Muslims employees gathering in the canteen. I feel like working in a mini Pakistan over here. Please do something possible. ഇതാണ് അവിടെ ടെക് മഹീന്ദ്രയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി നമ്മുടെ BJPയുടെ ഒരു അഡ്വക്കേറ്റിന് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിന് ശേഷം ഒന്നാണ്, TCSന്റെ ഇഷ്യൂസിന് ശേഷം വന്ന ശേഷം. അതിനുശേഷം ലെൻസ്കാർട്ട് നിങ്ങൾക്കറിയാം, ലെൻസ്കാർട്ടിന്റെ ഗ്ലാസിന്റെ ഇത് അവിടെയും ഇങ്ങനത്തെ കുറെ റൂൾസ് ഉണ്ടാക്കി. ഞാൻ സൈഡിൽ അത് വെച്ചേക്കാം. അതിപ്പോ അതിന്റെ CEO പറയുന്നത് ഇപ്പോ അത് മുമ്പത്തെ പോളിസി ആയിരുന്നു, അതിപ്പോ നിർത്തലാക്കിയെന്നാ പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ ഒന്നൊന്നായിട്ട് പറഞ്ഞു. അവിടെ ലെൻസ്കാർട്ടിന്റെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇത് ബുർക്ക ധരിക്കാം, തട്ടം ധരിക്കാം, അതുപോലെ മാസ്ക് യൂസ് ചെയ്യാം, പിന്നെ നാവിന് ധരിക്കാൻ പാടില്ല. അതേപോലെ ഹിന്ദു പറയുന്നത് പൊട്ട് തൊടാൻ പാടില്ല, സിന്ദൂരം ഉണ്ടാവാൻ പാടില്ല, അതേപോലെ കയ്യില് നമ്മുടെ ചരട് കെട്ടുള്ളൂ, അത് കെട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിപ്പം മാറ്റിയെന്നാണ് CEO പറയുന്നത്. അല്ല, ആക്ച്വലി സംഭവം ചോദിച്ചു കഴിഞ്ഞാല് ഈ പൊട്ടുവെക്കുന്നതിനും കുങ്കുമം വെക്കുന്നതിനൊന്നും
പിന്നെ പ്രശ്നമാക്കേണ്ട ആദ്യമേ പ്രശ്നമാക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പൊ നമ്മൾ ഈ ജ്വല്ലറി കടയുണ്ടല്ലോ, ജ്വല്ലറി കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും പിന്നെ ഈ ജോയ് ആൽക്കോസ് അവിടെയൊക്കെ ഫുള്ള് ഷേവ് ചെയ്യണം, മീശ വെക്കാൻ പാടില്ല, താടി വെക്കാൻ പാടില്ല. അത് അവരെ കസ്റ്റമർ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ബിസിനസ് ട്രിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, ഇപ്പൊ TCS നടന്ന കാര്യങ്ങളൊക്കെ അതിപ്പം കേസ് ഇൻവെസ്റ്റിഗേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. 100% ഒരു 99% അതിന്റെ തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഫോഴ്സ്ഫുള്ളി ഉള്ള മതപരിവർത്തനം, ഫോഴ്സ്ഫുള്ളി ഉള്ള ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിപ്പിക്കല്, ലൈംഗിക അതിക്രമം, അത് ഏത് മതക്കാർ ചെയ്താലും അത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതാണ് മുമ്പേ പറഞ്ഞ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ടീം വരും. അത് ഇവിടെ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മഹാരാഷ്ട്ര സ്റ്റോറി എന്നോ അല്ലെ ഉത്തർപ്രദേശ് സ്റ്റോറി എന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്നോ ഇട്ടാണ്. കേരള സ്റ്റോറി ഇട്ടിട്ട് പിന്നെ ഈ കുളച്ചടിച്ചിട്ട് കുറെ ആൾക്കാർ വരേണ്ട കാര്യമില്ല ഇങ്ങോട്ട്. കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാം. അല്ലാണ്ട് ഇതാണ് ഞങ്ങൾ മുന്നേ കേരള സ്റ്റോറി 2 പറഞ്ഞു പറഞ്ഞിട്ട് ആ ക്യാപ്സ്യൂളും എടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.